ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് മന്ത്രി KB ഗണേഷ് കുമാർ ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും നടപടി എടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. നീ മര്യാദയ്ക്ക് റൂട്ട് വഴി വണ്ടി ഓടിച്ചാൽ മതി കേട്ടാ. ഇവിടെ നിന്നൊരു പയ്യനാണ്, നിന്റെ ക്ലാസ് നീ കയ്യിൽ വെച്ചിരുന്നാ മതി, വെഞ്ഞാറോട് നിന്ന പയ്യനാണ് അവ നടത്തിച്ചാണ് നാഗരൂർ എത്തിച്ചത്. ഇവിടെ വണ്ടി പോകും, എല്ലാ വണ്ടി തൊഴി പോകും. എടാ നീ നിന്റെ കയ്യിൽ വെച്ചിരുന്നായി, സർക്കാർ ശമ്പളം നമ്മളെ പൈസ ശമ്പളം തരുന്നത്, അല്ല നിന്റെ വീട്ടിൽ നിന്നുള്ള കേട്ടല്ലേ. വെഞ്ഞാട് KSRTC സ്റ്റാൻഡ് രാത്രി 12 കാലമായി. ഇപ്പൊ ഈ കാണുന്ന ടിക്കറ്റ് തമ്പാനൂരിൽ നിന്ന് 2 പെങ്കൊച്ചുങ്ങൾ വെഞ്ഞാറമുള്ളിലേക്ക് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ഒരു ടിക്കറ്റ് വെഞ്ഞാട് കൊടുക്കൂല, കിളിമാനൂർ ടിക്കറ്റാണ് കൊടുത്തേക്കുന്നത്. അമ്പലമുക്കിലാണ് ഇറക്കി വിടുള്ളൂ, അല്ലെങ്കിൽ നാഗരൂർ ഇറക്കി വിടുമെന്ന് പറഞ്ഞു 12:15 മണിക്ക്. അങ്ങനെ എന്നെ വിളിച്ച് ഞാൻ ചെന്നപ്പോൾ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ അവർ വെഞ്ഞാറോട് സ്റ്റാൻഡിൽ കൊണ്ടായി കൊടുത്തു. നിങ്ങളുടെ എന്താണ് പറഞ്ഞത് അവര്? ഗോകുലത്താണ് ഇറങ്ങാൻ പറഞ്ഞത്. ഗോകുലത്ത് പോകത്തില്ല, അപ്പൊ വെഞ്ഞാറമൂട് പോകുന്നു. വെഞ്ഞാറമൂടും പോകത്തില്ല, ഒന്നെങ്കിൽ അമ്പലമുക്ക് ഇറങ്ങണം, പെരപ്പങ്കോട് അല്ലെ നാഗരൂഴി എന്നാണ് പറഞ്ഞതല്ലേ. വെഞ്ഞാറ് ടിക്കറ്റ് തന്നില്ല, കിളിമാനാണ് തന്നത്. അപ്പൊ പൈസ ഇരട്ടി പൈസയായി. ഇപ്പൊ നിങ്ങൾ വെഞ്ഞാറോട് നമ്മൾ വന്നതുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് വെഞ്ഞാറോട് കൊണ്ടാക്കി തന്നു. ഈ 2 പെങ്കൊച്ചുങ്ങളാണ് രാത്രി 12 മണി 12:15 കാലം. ഇപ്പൊ നാഗരൂഴിയിൽ ഒറ്റയ്ക്ക് ഇറക്കി വിടാനുള്ള പരിപാടിയായിരുന്നു ബസ്സുകാർ. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് വെഞ്ഞാട് സ്റ്റാൻഡിൽ കൊണ്ടാക്കിയിട്ട് നമ്മളോട് കുറച്ച് രോഷമൊക്കെ പ്രകടിപ്പിച്ചിട്ട് ഇപ്പൊ അങ്ങോട്ട് പോയിട്ടുണ്ട്. ബസ് കട്ടപ്പന ഇടുക്കി ബസ്സാണ്, സൂപ്പർ ഫാസ്റ്റ്. അതിലെ ഡ്രൈവർ പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് ആ ഡ്രൈവറിനോട് തിരിച്ചു പറയാനായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ ഷോ ഓഫ് ഒക്കെ നിന്റെ കയ്യിലോ നിന്റെ വീട്ടിലോ വെച്ചാൽ മതി. KSRTC പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൊതുഗതാഗത സൗകര്യത്തിൽ ജോലി ചെയ്യുന്ന നീ ഇങ്ങനെയുള്ള ഷോ ഓഫ് ഒന്നും കാണിക്കേണ്ട. നമ്മുടെ KB ഗണേഷ് കുമാർ പല സമയങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട് KSRTC ബസ്സിലെ ജോലിക്കാരുടെ അവരുടെ ആളുകളോടുള്ള പെരുമാറ്റത്തെ കുറിച്ചും അത് നന്നായിരിക്കണം എന്നും എല്ലാം പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതുപോലെ വൃത്തികെട്ടന്മാരുടെ വീഡിയോ ഷെയർ ചെയ്യുമ്പോഴും ഞാൻ പറയുകയാണ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് രാത്രി ഒരു പെൺകുട്ടിയെ ഒരു ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടിട്ട് അതിന്റെ അച്ഛൻ വരുന്നിടം വരെ കാത്തിരുന്ന KSRTC ബസ്സിലെ ജോലിക്കാരുടെ കാര്യം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷെ അവരെ പോലെയുള്ള നല്ല ആളുകൾക്ക് പേരുദോഷം ഉണ്ടാക്കുന്ന ഇതുപോലെയുള്ള ചെയ്യുന്ന ജോലിയോട് ഒരു തരിമ്പ് പോലും ആത്മാർത്ഥതയില്ലാതെ, ഒരു സർക്കാർ ജോലി എന്നതിലുപരി ഒരു പെൻഷൻ കിട്ടാനുള്ള ഒരു മാർഗം എന്നതിലുപരി ഈ ജോലിയോട് ഒരു തരത്തിലും ഒരു തരിമ്പ് പോലും ആത്മാർത്ഥതയില്ലാത്ത ഇവനെയൊക്കെ സസ്പെൻഡ് ചെയ്ത് പറഞ്ഞു വിടുകയാണ് വേണ്ടത്. ആ 2 പെൺകുട്ടികളെ തോന്നിയെടുത്ത് ഇറക്കി വിട്ടേച്ച് പോകാനായിട്ടൊക്കെ ഇവനൊക്കെ തലയുടെ വകയുന്നിട്ടാണോ ഈ KSRTC ഓടിക്കുന്നത്? രാത്രി ആയി കഴിയുമ്പോൾ കൃത്യമായിട്ട് ഒരു ബസ് സ്റ്റാൻഡിൽ കയറാൻ പറ്റാത്ത ഇവനൊക്കെ എന്ത് ധൃതി പിടിച്ചിട്ടാണ് ഓടുന്നത്? അതേപോലെ നമ്മുടെ കാശ് കൊടുത്ത് നമ്മൾ എടുക്കുന്ന ടിക്കറ്റിൽ നമ്മൾ പറയുന്ന സ്ഥലത്ത് റൂട്ട് മാറി ഓടാന്ന് പറയുന്ന ആ വണ്ടി ഓടുന്ന അതേ സ്റ്റോപ്പിൽ ആ കുട്ടികളെ ചെന്ന് ഇറക്കി വിടാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? നാളെ ആ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ നിനക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ അല്ലേ? അവരുടെ കുടുംബങ്ങൾക്ക് പോയില്ലേ? KSRTCനെ വിശ്വസിച്ച് ടിക്കറ്റ് എടുത്ത് നിന്റെയൊക്കെ വണ്ടിയെ കയറി വന്നതാണ്, അവർക്കല്ലേ പോകുന്നത്? വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, KB ഗണേഷ് കുമാറിനോടാണ് പറയുന്നത്. ഇതേ വീഡിയോയിൽ തന്നെ ഈ കണ്ടക്ടറിനെ ചോദ്യം ചെയ്യുമ്പോൾ മിണ്ടാതെ കേട്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന്. പക്ഷേ ആ ഡ്രൈവറുടെ തിരിച്ചുള്ള ഈ സംസാരങ്ങൾ, തെറ്റ് ചെയ്തത് അവനായിട്ട് പോലും ഇത്രയും വലിയ ഷോ ഓഫ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള ശിക്ഷ അവന് കിട്ടണം. അതേ ഉള്ളൂ എൻ്റെ ഒരു ആഗ്രഹം.